ഒരു കൂട്ടം കുറുക്കന്മാരെ പാർപ്പിച്ചിരിക്കുന്ന വലിയൊരു കൂടിന്റെ മുകളിലായി ഒരു കഷ്ണം മാംസം തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അതിലേക്ക് കയറുന്നതിനായി ഒരു ഗോവണി പാലം പോലെ വച്ചിട്ടുണ്ടായിരുന്നു. വിശപ്പ് സഹിക്കവയ്യാതെ ഒരു കുറുക്കൻ ഗോവണിയിലേക്ക് കയറി. അവൻ ആദ്യ പടി ചവിട്ടിയതും തിളച്ചുമറിയുന്ന വെള്ളം മഴ പോലെ എല്ലാവരുടെയും ദേഹത്തേക്ക് പതിച്ചു. കുറുക്കന്മാർ പ്രാണരക്ഷാർത്ഥം പരക്കം പാഞ്ഞു. രണ്ടാമതൊരു കുറുക്കനും ഇതുപോലെ ശ്രമിച്ചപ്പോൾ ഇത് തന്നെ ആയിരുന്നു ഫലം. അവസാനം കുറുക്കന്മാർ ഒരു പാഠം പഠിച്ചു. മുകളിലെ മാംസത്തിന്റെ അടുത്തേക്ക് പോയാൽ മരണം ഉറപ്പാണ്. കാലങ്ങൾ കടന്നുപോയി. പഴയ കുറുക്കന്മാരെ മാറ്റി പുതിയ കുറുക്കന്മാരെ കൂട്ടിലെത്തിച്ചു. മാംസം കണ്ടതും പുതിയ കുറുക്കൻ ഗോവണിയിലേക്ക് ചാടിക്കയറി. പക്ഷെ അവനെ ഞെട്ടിച്ചുകൊണ്ട് മറ്റു കുറുക്കന്മാർ അവനെ വലിച്ചു താഴെയിട്ട് ക്രൂരമായി ആക്രമിച്ചു. കുറുക്കൻ കിതച്ചുകൊണ്ട് സഹപ്രവർത്തകരോട് ചോദിച്ചു, എന്തിനാണ് എന്നെ ആക്രമിക്കുന്നത്? പഴയ കുറുക്കന്മാർ ഗർജിച്ചു, മുകളിൽ കയറിയാൽ ശിക്ഷ കിട്ടും, അതാണ് ഇവിടുത്തെ നിയമം, അത് പാലിച്ചാൽ നിനക്ക് കൊള്ളാം. ആക്രമണം പേടിച്ച് പുതിയ കുറുക്കനും ശ്രമം ഉപേക്ഷിച്ചു. കാലം പിന്നെയും മുന്നോട്ടു പോയി. ചൂടുവെള്ളം ദേഹത്ത് വീണ കുറുക്കന്മാരെല്ലാം അവിടെ നിന്ന് പോയി. ഇപ്പോൾ കൂട്ടിലുള്ള കുറുക്കന്മാർക്ക് ആർക്കും ചൂടുവെള്ളത്തെ പറ്റി അറിയില്ല. എന്നിട്ടും മുകളിലുള്ള മാംസമെടുക്കാൻ ഒരു കുറുക്കനും തയ്യാറായില്ല. ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ മറ്റു കുറുക്കന്മാരെല്ലാം സംഘമായി അതിനെ ആക്രമിക്കും. ഇത് കണ്ടുനിന്ന കുട്ടി അമ്മയോട് ചോദിച്ചു, എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? അമ്മയുടെ ഉത്തരം അറിയില്ല എന്നായിരുന്നു. പക്ഷേ പണ്ട് മുതൽ അതാണ് നമ്മൾ ശീലിക്കുന്നത്. നിയമം ലംഘിച്ചാൽ ആക്രമിക്കപ്പെടും, അതാണ് നാട്ടുനടപ്പ്. ചങ്ങലകൾ നമ്മുടെ ചിന്തകളിലാണ്. അത് പൊട്ടിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. അറിവില്ലാത്തവന്റെ പേടിയേക്കാൾ ഭയാനകമാണ് അറിവുള്ളവൻ പകർന്നു നൽകുന്ന അന്ധമായ പേടി. കുറുക്കന്മാരെ പോലെ പലതും നമ്മൾ മറ്റുള്ളവർ പറയുന്നത് അന്ധമായി വിശ്വസിക്കുമ്പോൾ നമ്മുടെ ചിന്താശേഷി തന്നെ മരവിക്കുന്നു. ഭയക്കേണ്ടതിനെ ഭയപ്പെടാതിരിക്കുന്നതും ഭയക്കേണ്ടാത്തവയെ ഭയക്കുന്നതുമാണ് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം. നമ്മുടെ കഴിവുകളെ പുറത്തെടുക്കാൻ അനുവദിക്കാത്ത അപകർഷതാബോധം നാം തന്നെ നിർമ്മിച്ചെടുത്തതാണ്. ഭയം നിങ്ങളെ ഭരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ നിങ്ങളാകാൻ ആഗ്രഹിക്കുന്നതിന്റെ പകുതി പോലും എത്തിച്ചേരില്ല. തന്ത്രങ്ങൾക്കും അജ്ഞതയ്ക്കും മുമ്പിൽ വീണുപോകാതെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നിടത്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം കുടികൊള്ളുന്നത്. ഓർക്കുക, പരീക്ഷണത്തിന് മുതിരാത്ത ഏത് വിശ്വാസവും ഒരു തടവറയാണ് സൃഷ്ടിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്